നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇറാനെതിരെ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന യുദ്ധമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന സൈനിക നടപടി വേണ്ടിവരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് എല്ലായ്പ്പോഴും 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. 4 ആഴ്ചയോ അതിൽ കൂടുതലോ ആയിരിക്കുമെന്ന് കരുതുന്നു. ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മെയിലിനോട് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഒരു വലിയ രാജ്യമാണ്, അതിനാൽ 4 ആഴ്ചയോ അതിൽ കൂടുതലോ സമയമെടുക്കും എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇറാനെതിരെ പ്രതിരോധ നടപടി സ്വീകരിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ തങ്ങളുടെ ഗൾഫിലെ സഖ്യകക്ഷികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ തയ്യാറാണെന്ന് ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങൾ ഞായറാഴ്ച പറഞ്ഞു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക പുകയുകയാണ്. ബഹ്റൈനിൽ സൽമാൻ വ്യാപാര മേഖലയിൽ വിദേശ കപ്പലിലേക്ക് മിസൈൽ അവശിഷ്ടങ്ങൾ വീണുണ്ടായ തീപിടുത്തത്തിൽ ഏഷ്യൻ വംശജൻ മരിക്കുകയുണ്ടായി. 2 പേർക്ക് പരിക്കേറ്റു. ഖമനേയിയെ വധിച്ചതിന് പ്രതികാരമായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടുകൂടി ഗൾഫ് മേഖലയാകെ യുദ്ധമുനമ്പിലാണ് ഉള്ളത്. ഞായറാഴ്ച ദുഖം തുറമുഖം ആക്രമിച്ച ഇറാൻ ഒമാനിലേക്കും കൂടി ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മലയാളികളടക്കമുള്ള പ്രവാസികൾ കനത്ത ആശങ്കയിലാണ് ഉള്ളത്. ഇറാന്റെ ആക്രമണത്തിൽ UAEയിൽ 3 പേരും കുവൈറ്റിലും ബഹ്റൈനിലും ഒരാൾ വീതവും മരിച്ചതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ 3 US സൈനികരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 5 സൈനികർക്ക് പരിക്കേറ്റു. ഇതിനിടെ അറബിക്കടലിനടുത്തുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിനെ 4 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടിട്ടുണ്ട്. കരയും കടലും ഇനി മുതൽ ഭീകരരായ ആക്രമികളുടെ ശ്മശാനമായി മാറിക്കൊണ്ടിരിക്കുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിനിടെ ഇറാന്റെ യുദ്ധക്കപ്പൽ മുങ്ങിയതായും അമേരിക്ക അവകാശപ്പെട്ടിട്ടുണ്ട്. വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടത് US നിഷേധിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമാധികാരം മാനിക്കാതെയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇറാൻ തുടരുന്നത്. സാധാരണക്കാരനടക്കം മരിച്ചു വീഴാൻ ഇടയാക്കിയ US-ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് മേഖലയിലെ US താവളങ്ങളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.